ഡാൻസ് ആവണില്ലല്ലോ. കൊണ്ടുണ്ട് അനങ്ങുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് ഇളക്കാനാണോ? ഇത് ഇളക്കണം. എടാ ഇത് ഞാൻ കോഴിക്കോട് ചെന്ന് ഞങ്ങൾ ആദ്യം അപ്പൊ ഇതെങ്ങനെ കുടിക്കണ അറിയത്തില്ല. ഇത് താഴാനും വേണ്ടി 10 മിനിറ്റ് ഇരുന്ന്, എന്നിട്ട് പാഴാനും വേണ്ടി 5-10 മിനിറ്റ് ഇരുന്ന് താഴുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത് എങ്ങനെയാണ് കുടിക്കുന്നത് ഇത് അറിയത്തില്ലല്ലോ. ഇത് സംഭവം. എന്നിട്ട് എന്ത് അടുത്തോട്ട് നോക്കിയപ്പോഴും അവര് സ്പൂൺ ഇട്ടൊരു ഇളക്കിളക്കി അടിയിൽ കണ്ടോ. ഇപ്പൊ കാണിക്കാം ഡാൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാ. ഇങ്ങനെ ഒന്ന് കറക്കണം. കറക്കിയാ മതി. മൊത്തം മിക്സായി ഇതായിപ്പോ. ഏതാ ഒന്നുകൂടെ കറക്കാം. എന്നിട്ട് വേറെ ഇപ്പൊ ഒരു കാര്യമുണ്ട്. എന്നിട്ട് മാറ്റട്ടെ. ഇപ്പോഴാണ് ചായ ഇത് വേണമെങ്കിൽ പാരഗൺ 80 രൂപയാണ് സാധനത്തിന്. ഡാൻസ് കളിക്കുന്നതാണ്. പലതരം ഇത് ചോദിക്കാറ്. പൈസ കൊടുത്തിട്ട് ചായ ഡാൻസ് കളിക്കുന്നതാണെന്ന ആദ്യത്തെ ആള്. അയ്യോ ആ സാധാ ചായയുടെ ടേസ്റ്റാ. ബാക്കിയെല്ലാം 30 രൂപ 40 രൂപ ഉണ്ട്. ഇത് കുടിക്കാൻ വേണ്ടിയാണ് 40 രൂപയ്ക്ക് ഈ ചായ മേടിച്ചത്. ജീവിതത്തിൽ ഞാൻ ഡാൻസ് ശിവ ഇച്ചിരി ഒരു സ്പൂൺ എടുത്ത് കുടിച്ചടാ. നമ്മൾ ഡാൻസിങ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പത അവിടെ കൊടുക്കും. പതയല്ല നമുക്ക് വേണ്ട, ചായ വേണം. കുടിച്ചു നോക്ക്. പത പോണില്ല. പത താണ്ട ഇങ്ങനെ എടുത്ത് ഗ്ലാസ്സിൽ ആർക്കത് വേണ്ടേ? എന്റെ ചോദിലോട്ടാ. അത് നല്ലതല്ലേ, പത നല്ലതല്ലേ. അതിങ്ങോട്ടെടുക്കാൻ പത എടുക്കാൻ വേണ്ട. കണ്ടാ അല്ല ടീ കൊടുക്കാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഇനി നീ ഡാൻസ് ഡാൻസ് ചെയ്തോണ്ടിരിക്കണം. നമ്മളിത് കുടിച്ചാ ഡാൻസ് ചെയ്യും. അടുത്ത ഞെട്ടിക്കാൻ എങ്ങനെയുണ്ട്? നമ്മുടെ വീടിന്റെ അടുത്ത് കട ഇട്ടോ തട്ടുകട, ചെറിയ കട. അവിടെ പോയിട്ട് ഒരു 5 രൂപയുടെ ചായ കിട്ടുമല്ലോ, 10 രൂപ. പക്ഷെ അതിന്റെ പ്രസന്റേഷൻ 80 രൂപ. ബാക്കി 70 രൂപ പ്രസന്റേഷൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ബാക്കിയുള്ള ചായ ഇത്രേ ഉള്ളു. അപ്പൊ അത് അതിനേക്കാളും അടിപൊളി സാധനം. ഇതേ സാധനം ബ്രൗണി ഉണക്ക ബ്രൗണി. ഇറങ്ങണ്ടേ ഞങ്ങൾ ബ്ലാക്ക് കോഫി ബ്ലാക്ക് കോഫി സ്പെഷ്യൽ 25 രൂപയ്ക്ക് കുഴപ്പമില്ല. ബ്ലാക്ക് കോഫി 10 രൂപ കൂടി. കോഴിക്കോട് സ്പൈസ എന്തെങ്കിലും ഇതുണ്ടോ? ചോറുണ്ടോ? വീണ്ടും കുടിക്കുന്നു. ഇതിന് നന്നായിട്ട് എന്റെ വീട്ടിലുണ്ടാക്കും. അതെ ഇത് കുടിച്ചു മസാല ചായ കുടിച്ചു. നീ ഓരോ കേക്ക് ചോവാൻ സ്പെഷ്യൽ മസാല ചായ. ഇടുക്കിയിലെ കറക്റ്റ് സ്പൈസ്. ഇതിന്ന് വന്ന പതയാ കുടിച്ചത്. ഇപ്പൊ മസാല അടിച്ച് കുടിക്കും. ഏലക്ക കുടിപ്പോ. ഏലക്കൊക്കെ എന്താ വില? അപ്പൊ കുഴപ്പമില്ല, ലാഭം. അത് ഇടുക്കിയുടെ ഏലക്കത്തോട്ടം. എങ്ങനെയുണ്ട്? നല്ല മസാല ഉണ്ടെന്ന്. അല്ല ഇതാര് കുടിക്കും ഇനി ഇത്ര ചായ? ഡാൻസ് ചെയ്ത് കുടിച്ചാ മതി. അപ്പൊ സൈഡ് ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ചേട്ടാ ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ട് റീഫണ്ട് ചെയ്യണം. ഡാൻസ് ചെയ്തില്ല, റീഫണ്ട് ചോദിക്കാം. നമുക്ക് 50 വളരെ നഷ്ടം. ഒന്നുമില്ല.
ആ പ്രസന്റേഷനാണ് വില. ചിലര് മറ്റേ ഇത് കണ്ടിട്ടില്ലേ, ചായ എന്ന് വിചാരിച്ചു. രണ്ട് കണ്ണും മൂക്കും വരച്ച് രണ്ട് പുളിസ് വരച്ചിട്ട് ആദ്യമായിട്ടല്ലേ ക്യാരറ്റ് കാണുന്നത്? നോക്കുമ്പോ 250 രൂപ. ഇനി വാങ്ങിക്കത്തില്ലേ? ചായ കുടിക്കണം 8 ചായ മേടിക്കാനുള്ള പൈസ ഇത് ഇത്ര. ഇതിനും നല്ലതൊരു തട്ടടയില് അടിച്ചിട്ടില്ല പതക്ക് അത്രയും പതയൊക്കെ വന്നിട്ട് പക്ഷേ ഇത് കുടിച്ചിട്ടില്ല. അത് കൊണ്ടുവന്ന് വെക്കുമ്പോ ഈ നാടൂലേ അതാണ് ഇതിനും വെച്ചത്. ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ട് എന്തൊക്കെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം reel കണ്ടു. കോഴിക്കോട് പോയതാണ്. കോഴിക്കോട് നിന്ന് വിളിച്ചത്. കോഴിക്കോട് എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. നീ കുടിക്കുക മസാല കുടിച്ചിട്ട് പറയും. മസാല മസാല നിന്റെ അഭിപ്രായം പറ. മസാല ഭയങ്കര ഓവർ. മസാല മസാല ഭയങ്കര ഓവർ. ബ്രൗണി അല്ലേ? എനിക്ക് പക്ഷെ കേക്ക് ഇഷ്ടപ്പെട്ടു. ഏത് കേക്കാ? ആ മറ്റേ അവിടെ നിന്ന് മേടിച്ചാൽ അതിന്റെ പേരെന്തായിരുന്നു? താഴെ നിന്ന് മേടിച്ചാൽ അല്ലാതെ ക്രീം കേക്ക്. പേരറിയില്ല. ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, അല്ലാതെ വേറെ ഒന്നും. ക്രിയേറ്റിവിറ്റി. നീ അത് കുടിക്കണ്ടേ? അതിലെ അങ്ങോട്ട് എടുത്തോ. എന്താ കുടിച്ചോ? എടാ ഇത് കൊള്ളാടാ. ഉണ്ടോ? കൊള്ളാം, സത്യമായിട്ട് കൊള്ളാം. ഞാൻ കഴിച്ച് എടാ ചായയായിട്ട് കൊള്ളാം. ചായയുടെ കൂടെ കുടിക്കാം. ആ ഡ്രൈ ആയിരുന്നു, അത് മാറും. ഒന്ന് കുടിച്ചു നോക്കി. എടാ ഇത് സീരിയസ് ആയിട്ട് ഞാൻ അതിലായിട്ട് വന്നെടുത്ത് ഇത് കുടിച്ച് തീർക്കണത് എന്ന് വെച്ചാൽ പക്ഷേ ഇത് കുടിക്കണമെങ്കിൽ ഡാൻസിന്റെ തന്നെ വേണം. ഈ ബ്രൗണി കഴിക്കുവാണെങ്കിൽ 40 രൂപ കൂടെ ഇച്ചി കൂടെ വയ്ക്കണം. ആ മതി. ആ ഇത് പുതിയ ട്രെൻഡ് നാളെ ഇത് കത്ത്. അത് കൊള്ളാം. വെറൈറ്റി കൊള്ളാം. കാരണം അല്ലാത്ത ടേസ്റ്റ് മറ്റേ ഉണക്ക ഇതിനേക്കാളും കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനൊരു മാറ്റം അവൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഉണക്ക ആ ഉണക്കിയ ഇവൻ ഇപ്പുറത്ത് വന്ന് 3 വിരൽ കാണിച്ചു. ഇതിനും ബെറ്റർ ഇതാണ്ട. ഇതിനും ബെറ്റർ അതാണ്. പക്ഷെ അതിന്റെ പ്രസന്റേഷന് 70 രൂപ കുഴപ്പമില്ല. അത് നീ കഴിക്കണം. മറ്റേ ബുൾസ ഉണ്ടാക്കത്തില്ലേ, 5 സ്റ്റാർ ഹോട്ടൽ 2 ബുൾസയും താഴെ ഒരു ക്യാരറ്റ് ചിരിക്കുന്നത് വെക്കുമ്പോ തന്നെ സ്റ്റാർബക്സിൽ പോയിട്ട് 250 രൂപ കോഫി കുടിക്കാൻ ഒരു കുഴപ്പമില്ല. അതെ, ഫ്രാപ്പ കുടിക്കുന്നതിന് കുഴപ്പമില്ല. അത് അപ്പുറത്ത് സുരേഷേട്ടൻ്റെ കടയിൽ കിട്ടും. അതന്നെ കളമശ്ശേരി കിട്ടും. അയ്യോ മറ്റേ ബൂസ്റ്റൊക്കെ ആയി കിട്ടും 70 രൂപയ്ക്ക്. പെട്രോൾ പമ്പിലെ കടയിൽ കിട്ടുമല്ലോ. പക്ഷെ അതിപ്പോ നിർത്തിയടാ. അത് നിർത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ പോയതേ ഉള്ളൂ. കോഫി മറ്റേ മെഷീനാക്കി. ആ മെഷീനാ കോഫി ബീൻ നിർത്തി, മെഷീൻ കോഫി ആക്കി. അതും കോഫി മീൻ തന്നെയായിരിക്കും. അല്ല, പൊടിച്ച മറ്റേ സാധനമാണ്. ആ മറ്റേതായിരുന്നു. ഇത് അതിന്റെ ഇരട്ടി പൊടിച്ചിട്ട് അത് കോഫി ബീൻ, അതിൻ്റെ 35 രൂപ. ഇതിപ്പോ മറ്റേതാക്കി. മറ്റേ മെഷീനിൽ സാധാരണ നമ്മളെ AVT-യുടെ ഒക്കെ നിൽക്കത്തില്ലേ, അതൊക്കെ ഓരോ സാധനം. മറ്റേത് ഇങ്ങനെ പൊടിക്കുമായിരുന്നു, ഗ്രൈൻഡർ പോലെ. നല്ല മണം വരും അത് പൊടിക്കുന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ പോയി പിടിക്കുമ്പോൾ പൊടിക്കുമ്പോൾ പക്ഷെ ഉറക്കം നിൽക്കും നല്ല വീട്ടിലായിട്ട്. ആ രാത്രി 2 മണിക്ക് റോഷൻ അഖിലെണ്ണോ എന്തോ ഒരു ദിവസമില്ലേ ബി ഷിഫ്റ്റ് കഴിഞ്ഞിട്ടില്ലേ 11 മണിക്ക് പോയി കുടിച്ച് നൈറ്റ് ഷിഫ്റ്റ് കയറി സാധനം കുടിച്ചിട്ട് ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞ കുടിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞ ഉറക്കം അല്ലാതെ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ പോയിട്ടാ. ഇവിടെ ബി ഷിഫ്റ്റ് കഴിഞ്ഞ അവർ കിടിലെ കോപ്പി കുടിച്ചാ 2 പേർക്കും ഉറക്കം വരുന്നത്. അടുത്ത ദിവസം രാവിലെ ഇത് കണ്ട A ഷിഫ്റ്റ് കയറണ്ടേ. പിന്നെ അലാറം എന്റെ ഇവനെ ഓഫ് ആക്കിയത് അല്ലേ. ഇപ്പൊ ആളുണ്ട് ലിൻഷോ. ഞാൻ ഇപ്പൊ അഖിലാറിനെ രാവിലെ ഞാൻ വിളിക്കും. നിനക്കിന് പെടാൻ പോകുന്ന എന്താ പറയാ അഖിലേട്ടൻ റൂമില്. അഖിലേട്ടൻ മറ്റേ നൈറ്റ് കഴിഞ്ഞിട്ട് വരും. അപ്പൊ നമ്മൾ ഡേ ഷിഫ്റ്റ് പോകും. ഡേ ഷിഫ്റ്റ് പോകുമ്പോൾ അഖിലേട്ടൻ ഉറക്കമായിരിക്കും. രാവിലെ അഖിലേട്ടൻ വന്നിട്ട് ഉറങ്ങത്തില്ല. വൈകിട്ടായിരിക്കും ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഉറക്കുന്ന. അങ്ങനല്ലേ നമ്മൾ വന്നിട്ട് A ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ബെല്ലടിക്കുമ്പോ കഥ ഉറക്കത്തില്ല. അതിനോട് ഞാൻ 5 മണി കഴിഞ്ഞിട്ട് പോകാറുള്ളൂ. ഞാൻ 3 മണിക്ക് വണ്ടിയായിട്ട് ചെല്ലുമ്പോ ആരോടാ പറഞ്ഞ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട അതാ ഫേഷ്യൽ എക്സ്പ്രഷൻ. പറഞ്ഞത് അല്ലെങ്കിൽ വളഞ്ഞിട്ടിരിക്കുന്നത്. എടാ ഒന്ന് കുടിച്ചു നോക്കിയ അവനാ മേടിന്റെ ചായ കുഴപ്പമില്ല. ഒറ്റ വലിക്കാൻ കുടിച്ചോ കുടിയടാ കുടി അതല്ല കുടിക്കടാ.
ആർക്കും വേണ്ടല്ലോ. കുടിച്ചോ ഇതേത് പൊടി കഴിച്ചോ? കുടിക്കണ്ട ഇപ്പൊ ഷുഗർ ടെസ്റ്റ് കൊണ്ടുപോയി വൈകുന്നേരത്തെ